ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു തല കിട്ടിയിട്ടുണ്ട്, മീനിൻ്റെ തലയാണ് കേട്ടോ. അപ്പോൾ തമ്മാൻ എന്ന് പറഞ്ഞൊരു മീനുണ്ട്, അതിൻ്റെ തലയാണ്. അപ്പോൾ നമ്മളതൊന്ന് അടിപൊളിയായിട്ട് കറി വെക്കാൻ പോവാട്ടോ. തലക്കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുക വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തേട്ടാ. എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഇപ്പം ഞാൻ അതിന് വേണ്ടി ഇതാ ഒരു കുഞ്ഞ് സബോള എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളിയും എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചും ഒന്ന് ചതച്ചിടണം കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് കേട്ടോ. ആരെങ്കിലുമൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൗഡറുകളൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഒരു 2 സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 ഒന്നുമില്ല, ഒരു 1.25 സ്പൂണൊക്കെ കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുളിയുടെ വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാ നാടൻ പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കുടപ്പുളിയൊക്കെ താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല. പിന്നെ അത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമ്മളെ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് നന്നായി തിരുമ്മി ചേർത്ത് കൊടുക്കണേ, അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരിക. ഇനിയിപ്പോൾ നമുക്ക് സബോളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല, ഇതുപോലെ ഉണ്ടാക്കണേ. സബോളക്ക് പകരം ചെറുള്ളി വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ താല്പര്യം അനുസരിച്ചിട്ട് ഏതാச்சுം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, നല്ല മസാലയുടെ ഒക്കെ മണം വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അധികം വെള്ളമുള്ള കറി ആയിട്ടല്ല കേട്ടോ തലക്കറി വയ്ക്കുക, നല്ല ഗ്രേവി ടൈപ്പായിട്ടാണ് വയ്ക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് ഞാൻ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ മീനും കൂടി ഇട്ട് കൊടുക്കട്ടോ. മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കറി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ. സാധാരണ നമ്മളിപ്പോൾ ചാള അങ്ങനെ വല്ല മീനൊക്കെയാണ് വെക്കുക വെച്ചാൽ കറിയൊക്കെ നന്നായി വെന്ത് തിളച്ച് വന്നതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇത് അങ്ങനെയല്ല കേട്ടോ, ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കണം. കാരണം ഈ മീൻ അങ്ങനെ ഉടഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ പോയപ്പോൾ മീൻ വാങ്ങിക്കാൻ പോയപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു തല കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അധികം റേറ്റുള്ള തലയൊന്നും അല്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും തമ്മ എന്ന് പറഞ്ഞ മീൻ, അതിൻ്റെ തലയാണ് കേട്ടോ. ഏറ്റവും ടേസ്റ്റ് ഉള്ളത് നമ്മൾ മീനിൽ ഏട്ടത്തല കറി വെച്ചാലാട്ടോ. പിന്നെ വറ്റയുടെ തല കറി വയ്ക്കും, അങ്ങനെ കുറേ മീനിൻ്റെ തലയൊക്കെ കറി വയ്ക്കുമല്ലോ, നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. ഇപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചക്കത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ ഉച്ചയ്ക്ക് സ്പെഷ്യൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളെ കറിയൊക്കെ നന്നായി തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ കറിയുടെ. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് വറ്റി വരണം കേട്ടോ, എന്നാലാണ് നമ്മളെ തലക്കറിക്ക് ടേസ്റ്റ്. തലക്കറി ഗ്രേവി ടൈപ്പാണ് ഉണ്ടാവുക, അല്ലാതെ അങ്ങനെ വെള്ളം പോലെ ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് കിടന്ന് വറ്റി വന്നു. ഇപ്പോൾ നമ്മളെ കറിയൊക്കെ കണ്ടില്ലേ, കുറുകി വന്നത് കണ്ടില്ലേ. ഇനി നമുക്ക് കുറച്ച് ചെറുള്ളി അരിഞ്ഞിടാം കേട്ടോ. ഒരു 5-8 ചെറുള്ളി എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന് തൂമിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കറിയിലേക്ക്. അപ്പോൾ നമ്മൾ സബോളൊക്കെ വഴറ്റുന്നതിന് പകരം ഇങ്ങനെയാണ് ചെയ്യണം കേട്ടോ. പിന്നെ 1 സ്പൂണോളം 1/2 സ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പൊട്ടിക്കോട്ടെ. ഉലുവയുടെ ടേസ്റ്റൊക്കെ നമ്മളെ തലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ് ഉലുവ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കണേ. മല്ലിയില ഇപ്പോൾ മീൻകറിയുടെ മേലെ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ തൂമിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എങ്ങനെ ഇട്ട് കൊടുത്താലും മല്ലിയില ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ തലക്കറിയൊക്കെ വെക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് വാടി സെറ്റായിട്ട് വരട്ടെട്ടാ. അപ്പോൾ ഏകദേശമൊക്കെ ഉള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, നമ്മളെ ഉലുവൊക്കെ പൊട്ടി സെറ്റായി മൂപ്പായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അതും കൂടി പോന്നോട്ടെ കേട്ടോ എൻ്റെ വീഡിയോയെ കുറിച്ചിട്ട്. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. പിന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കണേ.
അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.